കാർഷിക വാർത്തകൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തി. കാർഷിക മേഖലയ്ക്കുള്ള വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ്. കാർഷിക മേഖലയ്ക്ക് കരുതൽ നൽകിയ ബജറ്റാണ് ഇത്തവണത്തേത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഹ്രസ്വകാല വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇത് 7.7 കോടി കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീരകർഷകർ എന്നിവർക്ക് ഗുണം ചെയ്യും. കർഷകർക്ക് എളുപ്പത്തിൽ വായ്പ ഉറപ്പാക്കുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി യോജന വഴി അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനും തീരുമാനമുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ സീൽഡ് ആരംഭിക്കും. രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടത്ര കൃഷി ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കർഷകർക്കുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ചു. 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത 6 വർഷം മിഷൻ പ്രഖ്യാപിച്ചു. തുവര, ഉഴുന്ന്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതിയും ബജറ്റിലുണ്ട്. കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കും. ഇവരുടെ വിപണനം ഉറപ്പാക്കും. കൂടാതെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി രൂപവൽക്കരിക്കും. ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനവുമുണ്ട്. ഇതുവഴി മക്കാനയുടെ ഉൽപാദനവും വിപണനവും വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ വിള ഗവേഷണത്തിന് പദ്ധതിയും പരുത്തി കൃഷി വികസനത്തിന് 5 വർഷ പദ്ധതിയും ബജറ്റിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസമിൽ പുതിയ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും. കർഷകരുടെ പ്രധാന പ്രശ്നമായ വളലഭ്യത ഉറപ്പാക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. കൃഷി ശക്തിപ്പെടുത്തുന്നതിനായി അസമിൽ പുതിയ യൂറിയ പ്ലാന്റ് പ്രഖ്യാപിച്ചു. കർഷകർക്ക് വളങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത്. നമ്പൂരിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിന് 12.7 ലക്ഷം മെട്രിക് ടൺ വാർഷിക ഉൽപാദനശേഷി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ വളലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുന്നതിനുമായി കിഴക്കൻ മേഖലയിലെ 3 പ്രവർത്തനരഹിതമായ യൂറിയ പ്ലാന്റുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചു. യൂറിയ, DAP, പൊട്ടാഷ്, കോംപ്ലക്സ് വളങ്ങൾ എന്നിവയുടെ ഉപയോഗം ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം യൂറിയയുടെ വിൽപ്പന 111.14 ലക്ഷം ടണ്ണായി ഉയർന്നു. റാബി സീസണിൽ രാസവളങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർഷകർ മുൻകൂട്ടി വളം ശേഖരിച്ചതും സബ്സിഡി വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കയിൽ കമ്പനികൾ വിൽപ്പന ഉയർത്താനുള്ള ശ്രമങ്ങളും നടത്തിയതാണ് വിൽപ്പന ഉയരാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്സ്യ ഉൽപാദനത്തിലും മത്സ്യകൃഷിയിലും ശ്രദ്ധയൂന്നി കേന്ദ്ര ബജറ്റ്. സമുദ്രമേഖലയ്ക്കായി 25 ലക്ഷം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും ലക്ഷദ്വീപിനും വേണ്ടി പ്രത്യേക മത്സ്യകൃഷി പദ്ധതിയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആഗോളതലത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ റാങ്ക്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലോബലി ഇൻ ഫിഷ് പ്രൊഡക്ഷൻ ആൻഡ് അക്വാകൾച്ചർ. Seafood exports are valued at 60,000 crore rupees. To unlock the untapped potential of the marine sector, our government... ഇന്ത്യൻ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയിൽ മത്സ്യബന്ധനത്തിന്റെ സുസ്ഥിരമായ ഉപയോഗത്തിനായി സർക്കാർ ഒരു പ്രാപ്തമായ ചട്ടക്കൂട് നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതിയും ബജറ്റിലുണ്ട്. 60,000 കോടി രൂപ മൂല്യമുള്ളതാണ് രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്തിന്റെ സമുദ്ര വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ നടപടി സഹായിക്കുമെന്ന് മന്ത്രി എടുത്തു പറഞ്ഞു. 2022-23 രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇതിൽ ശീതീകരിച്ച മത്സ്യ പേസ്റ്റിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 30% നിന്ന് 5% കുറച്ചു. ശീതീകരിച്ചതും സംസ്കരിച്ചതുമായ സമുദ്രോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും ജല ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിലും മത്സ്യ പേസ്റ്റ് ഉപയോഗിക്കുന്നു. മത്സ്യത്തിന്റെയും ചെമ്മീൻ തീറ്റയുടെയും നിർമ്മാണത്തിനായി മത്സ്യ ഹൈഡ്രോലൈസേറ്റിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% നിന്ന് 5% കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദക്ഷിണേന്ത്യയിൽ ഇഞ്ചി കർഷകർക്ക് നേട്ടം. മത്സരം ഘടിപ്പിക്കാൻ വിദേശ ഇഞ്ചികളും വിപണിയിൽ സജീവം. ദക്ഷിണേന്ത്യൻ ഇഞ്ചി കർഷകർ നേട്ടം കൊയ്യുന്നത് കണ്ട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തോട്ടങ്ങളിലും ഇഞ്ചി കർഷകർക്ക് പക്ഷേ പൊന്ന് കൊയ്യാനായില്ല. പച്ച ഇഞ്ചിയുടെ വിളവ് വിപണിയുടെ പ്രതീക്ഷയിലും ഉയർന്നതോടെ വിൽപ്പന വിലയിൽ ഇടിവ് സംഭവിച്ചു. നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നുമുള്ള ഇഞ്ചിയും ഇതിനിടയിൽ ഇന്ത്യൻ വിപണിയിൽ ഇടം പിടിച്ചത് മത്സരം ശക്തമാക്കി.
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി ഇറക്കിയ പലരും വിളവെടുപ്പിന് ഉത്സാഹം കാണിക്കുന്നില്ല. നിരക്ക് താഴ്ന്നതാണ് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലും കർണാടകത്തിലും വിളഞ്ഞ മികച്ച ഇനം ഇഞ്ചിയിൽ നിന്നുള്ള ചുക്കിന് ആവശ്യക്കാരുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. നേരത്തെ ഉറപ്പിച്ച കരാറുകൾ മുൻനിർത്തി ഗൾഫ് നാടുകളിലേക്കുള്ള ഷിപ്മെന്റുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കയറ്റുമതി സമൂഹം. കൊച്ചിയിൽ മികച്ച ഇനം ചുക്ക് 35,000 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.